എങ്കിലും നമ്മൾ പേടിക്കും അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലും, പ്രാർത്ഥിക്കും, ഉപവസിക്കും. ഫസ്റ്റ് പറഞ്ഞാൽ ഉപവസിക്കും. ആമേൻ, ഹല്ലേലൂയ. തിരുവചനങ്ങളെ കേൾക്കുക മാത്രം ചെയ്യാതെ അതിനെ ചെയ്യുന്നവരും ആയിരിക്കുക മാത്രം ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമാണ് അവന് നമ്മളോട് പകർന്നു തന്നിരിക്കുന്ന ആ കൃപ വ്യക്തമാക്കി കളയാതെ നമുക്ക് ഇരിക്കാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. അടുത്തൊരു ഭാഗം നമുക്ക് ചിന്തിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. ആമേൻ, ഹല്ലേലൂയ. ബൈബിളിലെ ഏറ്റവും വലിയ കൽപ്പനയാണ്. അതായത് ഇത് ഒറ്റ കാര്യം മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ബൈബിൾ തന്നെ നമ്മൾ അനുസരിച്ചതിന് തുല്യമാണ്. ആമേൻ. സ്നേഹത്തിൽ സേവിപ്പിൻ, അന്യോന്യം സേവിപ്പിൻ എന്നുള്ളൊരു കാര്യം നമ്മൾക്ക് ലഭിച്ചതായ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് അതിൽ ജീവിക്കാതെ നമ്മൾക്ക് പകർന്നു തന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും കൂടെ കൊടുത്ത് അന്യോന്യം ദൈവ സ്നേഹത്തിൽ സേവിക്കുക. സഭയായാലും ശരി, നമ്മുടെ പുറമെ ആയാലും ശരി, നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ കുടുംബത്തിലായാലും ഏതിടങ്ങളിലായാലും ശരി, നമ്മൾക്ക് നൽകി തന്നിട്ടുള്ള ആ സ്നേഹം. കാരണം ദൈവത്തിന്റെ സ്നേഹമാണല്ലോ നമ്മളെ രക്ഷിച്ച്. ഈ സ്നേഹം നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളെ ഉപദ്രവിക്കുന്നവരായാലും ശരി, നമ്മളെ വെറുക്കുന്നവരായാലും ശരി, നമ്മളെ ശപിക്കുന്നവരായാലും ശരി, ആർക്കാണെങ്കിലും ഈ സ്നേഹം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ പാപികളായിരിക്കുമ്പോഴാണ് ദൈവം നമ്മളെ കണ്ടത്, അല്ലെ? നമ്മൾ എന്നിട്ടും ഇപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും ഇപ്പോഴും ഞാൻ ദൈവത്തിന്റെ സ്നേഹം പ്രാപിക്കാൻ യോഗ്യനാണെന്ന്? ഇന്ന് അവന്റെ കൃപ പ്രാപിച്ച് നിലനിൽക്കാൻ അല്ലെങ്കിൽ ജീവനോടെ നിൽപ്പാൻ ഞാൻ യോഗ്യനായതുകൊണ്ടാണ് ദൈവം എന്നെ നിർത്തിയെന്ന് എത്ര പേർക്ക് കഴിയാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ഞാൻ അറിഞ്ഞിട്ടും ഞാൻ അവന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയിട്ടും അവൻ എന്നെ മാറ്റിക്കളയാതെ കുശവന്റെ കയ്യിൽ നിന്ന് കളിപാത്രം കയ്യിൽ ഇരുന്ന് തന്നെ അത് നാശമായി പോയിട്ടും തനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു പാത്രമാക്കി മാറ്റി തീർക്കിയ ദൈവത്തിന്റെ സ്നേഹം, ആമേൻ, അത് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോവാം. 6-ാം അധ്യായത്തിലേക്ക് യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണം, വലിയൊരു നീണ്ട നിറ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് സർവശക്തനായ ദൈവം തന്നെ ജനത്തോട് അരുളി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നെ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം തുടങ്ങുന്നത്, ആ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത്. 6:27 എന്നെ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു. ആര് പറയുന്നത്? സർവശക്തനായ ദൈവം. അത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, ഒരുപാട് കാര്യങ്ങൾ. അതെല്ലാം ആഴമായ രീതിയിൽ നിങ്ങളെല്ലാം ചിന്തിച്ച് കഴിഞ്ഞാൽ സത്യം പറയാലോ, ഞാൻ ഇപ്പോഴും 0 ആണെന്നുള്ളത് തോന്നിപ്പോകുന്നുണ്ട്. കാരണം എനിക്ക് തോന്നി, ഞാൻ ചിന്തിച്ച വിഷയമാണ്, ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്ത വിഷയമാണ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ പുതപ്പെടുക്കുന്നവന് നിങ്ങളുടെ വസ്ത്രം തടുക്കരുത്. ആ ഒറ്റ വാക്യം തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ വരെ എത്തുമെന്ന് അറിയും? അതിന് യഥാർത്ഥ പരിഭാഷയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളുടെ മേലേക്ക് എടുക്കുന്നവന് നിങ്ങളുടെ അകത്തുള്ള വസ്ത്രം തടുക്കരുത് എന്നുള്ള വിഷയം. നമ്മളിൽ എത്ര പേർക്ക് അപ്രകാരം കഴിയും? അതായത് പെണ്ണെടുക്കുന്നവന് തമാശ രൂപേണ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു ഭാഗം ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നത്, നിങ്ങളുടെ മൊബൈൽ എടുക്കുന്നവന് ചാർജറും കൂടെ കൊടുത്തു വിടുക. അമ്മേ, ഈ ഒരു കാലഘട്ടത്തോട് അനുയോജ്യമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. നിങ്ങളുടെ മൊബൈൽ എടുക്കുന്നവന് ചാർജറും കൂടെ കൊടുത്തു വിടുക. ആ ഒരു മനോഭാവം പ്രാപിക്കുന്നവരെ 36-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ളവർ അത്യുന്നതന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരെ ദൈവം വിളിക്കുന്ന പേര് എന്റെ മകൻ, എന്റെ മകൾ. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ദൈവം മനസ്സല്യുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും മനസ്സല്യുള്ളവരായിരിക്കും.